നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയുർവേദം പോലെയുള്ള കപടശാസ്ത്രങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷേ ഹോമിയോപ്പതി നമ്മൾ ഇതിനു മുമ്പും പലതവണ അഡ്രസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ ആൻഡ്രോയിഡിന് വേണ്ടി ക്ലബ് ഹൗസ് റിലീസ് ആയതോടുകൂടി, ക്ലബ് ഹൗസ് നിങ്ങൾക്ക് ഒരു അറിയായിരിക്കും, ഒരു പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് റൂമുകളിൽ ഹോമിയോപ്പതി കപടശാസ്ത്രമാണോ, ഹോമിയോപ്പതി അവഗാഡ്രോ നമ്പറുമായിട്ട് ഒത്താണോ പോകുന്നത്, ഇന്നറിയുന്ന സയൻസിന് എന്തുകൊണ്ട് ഹോമിയോപ്പതിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ മിക്ക ചർച്ചകളിലും ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് പോലും കൃത്യമായി അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയാത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് മിക്കവാറുമുള്ള എല്ലാ ക്ലബ് ഹൗസ് ചർച്ചയിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ബ്രിട്ടീഷ് കൊളംബിയയിലെ ഇമ്മ്യൂണോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ലിബിൻ എബ്രഹാം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് ഈ ഹോമിയോപ്പതിയെ പറ്റി പറയാനുള്ളത് എന്ന് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം. വെൽക്കം ഡോക്ടർ ലിബിൻ ടു ദ ഷോ. അപ്പോ ഈ ക്ലബ് ഹൗസിൽ എന്തുകൊണ്ടാണ് ഈ ഹോമിയോപ്പതി, അതായത് ആയുർവേദവും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഹോമിയോപ്പതി എന്തുകൊണ്ട് കപടശാസ്ത്രം എന്ന് വളരെ ഈസി ആയിട്ട് ഒന്ന് പറയാമോ? ഓക്കെ, ഇപ്പൊ ക്ലബ് ഹൗസിലെ ഏറ്റവും പോപ്പുലർ ഹോമിയോപ്പതി ആവാനുള്ള പ്രധാന കാരണം ഹോമിയോപ്പതിയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഒരു പൊതുജനത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായത് എന്നുള്ളതാണ്. അതായത് സാമ്യം സാമിത്യത്തെ സുഖപ്പെടുത്തും എന്നുള്ള ഈ പറയുന്ന ആശയവും, അതുപോലെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നതോറും വീര്യം കൂടുമെന്ന് പറയുന്ന ആശയവും ഒരു സാധാരണ ഒരു സിമ്പിളായി ചിന്തിക്കുന്ന ആൾക്ക് പോലും അത് പെട്ടെന്ന് തന്നെ അതൊക്കെയാണോ കാര്യങ്ങൾ, അത് പെട്ടെന്ന് ചിന്തിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു പോപ്പുലാരിറ്റി ഹോമിയോപ്പതിക്ക് വരാൻ കാരണമുള്ളത്. പിന്നെ നമുക്കറിയാം ആർസനിക് ആൽബം 30C എന്ന് പറഞ്ഞ ഒരു പ്രതിരോധ മരുന്ന് ഈ കോവിഡിന്റെ സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ആൾക്കാർക്ക് അറിയാം. അവർ ആലോചിക്കുന്നുണ്ട് ഇത് സംഭവം ഉള്ളതാണോ, ഇത് എന്താണ് കാര്യമുള്ളതെന്നൊക്കെ. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഹോമിയോപ്പതി തന്നെ വരുന്നതാണ് ഞാൻ കരുതുന്നത്. ഈ ഡൈല്യൂഷനെ പറ്റി പറയുമ്പോൾ സാധാരണ നമ്മൾ സ്ഥിരമായി ഹോമിയോക്കാരുമായി ചർച്ച നടത്തുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ്, അതിന് ഒന്നുകിൽ ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവരിക, ലൈക്ക് മോളിക്കുലർ ഇംപ്രിന്റിങ്, അല്ലെങ്കിൽ നാനോ ടെക്നോളജിയിലേക്ക് പോവുക. അപ്പോൾ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ മോളിക്കുലർ ഇംപ്രിന്റിങ്, അല്ലെങ്കിൽ എന്താണ് ഇവർ നാനോ ടെക്നോളജിയിലേക്ക് പോകാനുള്ള ഒരു കാരണം? ഓക്കെ, അപ്പം ഈ മോളിക്കുലർ ഇംപ്രിന്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം ക്ലബ് ഹൗസിൽ വന്ന ശേഷം പലർക്കും പുതിയതാണെങ്കിലും ഞാനിത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. കാരണം ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു ഡോക്ടർ ചന്ദ്രൻ KC എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പതി പഠിച്ച ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിന്റെ മോളിക്കുലർ ഇംപ്രിന്റിംഗ്, അദ്ദേഹത്തിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഹോമിയോപ്പതി ആശയങ്ങളെയും ആദ്യം അത് ഖണ്ഡിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് പാർട്ടിക്കിൾ ഒന്നും ഇല്ലാന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മെമ്മറിയോ വാട്ടർ മെമ്മറിയോ എനർജിയോ ഒന്നും ഇല്ലാന്ന് തന്നെ അദ്ദേഹം ആദ്യം തന്നെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴേക്കും തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം ഒരു ആന്റി ഹോമിയോപ്പതിക് തന്നെയല്ലേ എന്ന് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു ഇതെല്ലാം തെറ്റാണ്, ഇനി ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് ഈ മോളിക്കുലർ ഇംപ്രിന്റ്സ്. മോളിക്കുലർ ഇംപ്രിന്റ്സ് ഇതിനു മുമ്പ് പോളിമർ കെമിസ്ട്രിയിലൊക്കെ പലരും കാണിച്ചിട്ടുണ്ട്. അത് വളരെ സിമ്പിളായി പറയുവാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു മോളിക്യൂൾ എടുക്കുവാണെങ്കിൽ ആ മോളിക്യൂളിന്റെ ഒരു ഇംപ്രിന്റ് ഒരു സാധനത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഒരു കൈപ്പത്തി നമ്മളൊരു മണലിൽ ഞെക്കുവാണെങ്കിൽ നമ്മുടെ കൈപ്പത്തിയുടെ ഒരു പ്രിന്റ് ആ മണലിൽ കാണുമെന്ന് പറയുന്ന ഒരു ആശയം വേണം മനസ്സിൽ സങ്കല്പിക്കാം. അപ്പോൾ അതാണ് അദ്ദേഹം പ്രൊപ്പോസ് ചെയ്യുന്ന മോളിക്കുലർ ഇംപ്രിന്റ്സ് ഉള്ളത്. പക്ഷേ വാട്ടർ ആൽക്കഹോൾ മിക്സ്ചറിൽ ഇങ്ങനെ ഒരു ഇംപ്രിന്റ് ഫോം ചെയ്യുമോ എന്നും അത് ഫോം ചെയ്താൽ തന്നെ സ്റ്റേബിൾ ആയിരിക്കുമോ എന്നുള്ള വളരെ ഒരു ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. അപ്പം അദ്ദേഹം ഈ മോളിക്കുലർ ഇംപ്രിന്റ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വാക്ക് കൊണ്ടുവന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ മോളിക്കുലർ ഇംപ്രിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം പറയാണ് ഹോമിയോപ്പതി മരുന്നുകൾ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇംപ്രിന്റ് ഫോം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആശയം. അത് ഏറ്റവും വലിയ തമാശ, ഈ പല ഹോമിയോപ്പതി ഡോക്ടേഴ്സും അദ്ദേഹത്തിന്റെ മോളിക്കുലർ ഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ വളരെ സ്ട്രോങ് ആയിട്ട് എതിർത്തിട്ടുമുണ്ട്. അപ്പം ഇത് നമുക്കധികം പണിയൊന്നുമില്ല, നമ്മൾ ഇങ്ങനത്തെ റൂമിൽ കയറുന്ന ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാം ഇംപ്രിന്റ്സിനെതിരെ സംസാരിക്കുന്നു, അദ്ദേഹമാണെങ്കിൽ ഹോമിയോപ്പതിയിലെ ബാക്കിയുള്ള എല്ലാത്തിനെതിരെ സംസാരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലാകും ഇത് തെറ്റാണ്, ഇത് കപടശാസ്ത്രമാണ്, ഇതെല്ലാം പറയുന്നത് തെറ്റാണെന്ന് ഇവരുടെ തർക്കം കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് പേര് ഈ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറയുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഈ ഹോമിയോപ്പതി കാണുമെന്ന്, പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് തെറ്റാണ്. നാനോ പാർട്ടികൾ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. അത് 2010 IIT ബോംബെയിൽ നടത്തിയ ഒരു പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അൾട്രാ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അവഗാഡ്രോ ലിമിറ്റിലും കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നാനോ പാർട്ടികൾ കണ്ടു എന്നുള്ളൊരു പേപ്പർ വന്ന ശേഷമാണ് ഈ നാനോ പാർട്ടികളുടെ പുറകെ ഇപ്പൊ എല്ലാവരും പോയത്. ആദ്യം ആൾക്കാർ പോയിരുന്നില്ല, പക്ഷെ ഇപ്പൊ എല്ലാവരും വന്ന് നിൽക്കുന്നത് ഒരു ഓൾഡ് ജനറേഷൻ
ഹോമിയോപ്പതി ആൾക്കാരാണെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ആയ ആൾക്കാരാണെങ്കിലും എല്ലാവരും നാനോ പാർട്ടിക്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നാനോ പാർട്ടിക്കിൾ പഠനങ്ങളൊക്കെ പലതവണ പല പഠനങ്ങൾ ഡീബങ്ക് ചെയ്തതാണ്. ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ IIT ബോംബെയിലെ പഠനങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ആണ് അക്കമിട്ട് ഡീബങ്ക് ചെയ്തതാണ്. അതിന് പുറമെ ബെൽജിയത്തില് നാനോ പാർട്ടിക്കിൾ പഠനം രണ്ടാമത് നടത്തിയപ്പോൾ അത് വളരെ വ്യക്തമായി കാണിച്ചതാണ് ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളത്. മദർ ടിഞ്ചറിന്റെ ഒരു കണിക പോലും ഈ അൾട്രാ ഡൈല്യൂഷനകത്ത് ഇല്ല എന്ന് വളരെ വ്യക്തമായി കണ്ടതാണ്. അപ്പം അതും അവിടുന്ന് ഏകദേശം ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ നാനോ പാർട്ടിക്കിളും വളരെ വ്യക്തമായിട്ട് അത് തെറ്റാണ്. കണ്ടാമിനേഷൻ അത് വേറൊന്നുമില്ല. നമ്മൾ മദർ ടിഞ്ചറിന്റെ ഒരു പ്രസൻസിന് പുറമെ തന്നെ അതിനകത്ത് വേറെ പല കണ്ടാമിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെ മരുന്നായി ആക്ട് ചെയ്യുന്നുള്ളതൊന്നും എല്ലാ രീതിയിലും അതും പൊട്ടിയിരിക്കുന്ന സംഭവമാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോ ആലോചിക്കുന്നത് ഇപ്പൊ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ അവരിനി എങ്ങോട്ടേക്കാണ് ഇനി അടുത്ത ഒരു എക്സ്പ്ലനേഷൻ ആയി പോകുന്നതെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് സഹതാപം തോന്നും, കാരണം ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് അവരുടെ എക്സ്പ്ലനേഷൻ പോകുന്നത്. പക്ഷെ ഒരു രീതിയിലും അവർക്കത് മുന്നോട്ട് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവരുടെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ വളരെ പരിഹാസ്യവും വളരെ കപടവുമാണ്. അതോടാണ് പ്രശ്നം. അപ്പൊ നാനോ ടെക്നോളജിയെ പറ്റി പറഞ്ഞു, നമ്മൾ മോളിക്കുലർ ഇംപ്രിന്റിങ്ങിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ വെള്ളത്തിൽ നമ്മൾ കാൽപ്പാട്, ഇപ്പൊ നമ്മളിപ്പോ കടലിന്റെ തീരത്തോ വല്ലതും പോയി നിന്ന് ചവിട്ടുകയാണെങ്കിൽ പോലും അത് ഇമീഡിയറ്റ്ലി ഐസോട്രോപിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനകത്ത് അങ്ങനെ എന്താ പറയാ ഒരു പ്രിന്റ് ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം. മാത്രമല്ല വെള്ളത്തിനെ പോളിമർ ആക്കാനുള്ള ഒരു ശ്രമം സ്ഥിരമായി കേൾക്കുന്നുണ്ട്. അതായത് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത്, ഇത് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവർക്ക് ദേ ഹാവ് ടു കം അപ്പ് വിത്ത് സംതിങ് എന്നുള്ള ഒരു അത്യാവശ്യത്തിന്റെ പുറത്താണോ എന്നുള്ള ഒരു സംശയമായിട്ട് ഇരിക്കുന്നു. എന്തായാലും ഇതെല്ലാം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ക്ലബ് ഹൗസ് ചർച്ചകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് പൊതുജനം എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. കുറച്ചുപേര് അവിടെ ഇവിടെയും ഈ അനുഭവ സിദ്ധാന്തങ്ങളുമായിട്ട് വരുന്നതല്ലാതെ ബാക്കി ഏതാണ്ട് ആളുകൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ ഈ അനുഭവ സിദ്ധാന്തമായിട്ട് വരുന്നവർ പോലും പറയുന്നു ഇത് ഓക്കെ, ഇത് ശാസ്ത്രമായിട്ട് എഗ്രി ചെയ്യാത്താണ്, ഞങ്ങൾക്ക് മനസ്സിലാക്കി ഇങ്ങനെ ഡൈല്യൂഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോമിയോപ്പതിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവർക്ക് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഹോമിയോപ്പതിയുടെ ഭാവി ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല എത്ര കാലം കൂടി ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഹോമിയോപ്പതി മുന്നോട്ട് പോകുമെന്ന്. കാരണം എസ്പെഷ്യലി കൊറോണ വൈറസിന്റെ ഔട്ട് ബ്രേക്ക് വന്ന ശേഷം, പാൻഡമിക് വന്ന ശേഷം ശരിക്കും ആൾക്കാർ കൂടുതലും എന്തെല്ലാം സാധ്യതകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അന്നേരം അവർക്ക് വ്യക്തമായി മനസ്സിലായി ഈ ആധുനിക വൈദ്യം മുന്നോട്ട് വെക്കുന്ന അല്ലാണ്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാം കപടമാണെന്ന് എല്ലാവർക്കും പൊതുജനത്തിൽ വ്യക്തമായിട്ടുണ്ട്. ആദ്യം ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിരുന്നു ആർസനിക് ആൽബം എല്ലാം, പക്ഷെ അതെല്ലാം കാലക്രമേണ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഓരോന്നായിട്ട് ഡീബങ്ക് ചെയ്യാൻ പെട്ടത്. ഇവിടെ കറക്റ്റുള്ള പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഈ കോഴ്സിന് പോയ കുട്ടികളുടെ കാര്യമാണ്. കാരണം ഇതിലെ പല കുട്ടികളും ആണ് ആ കോഴ്സ് ചെയ്ത് ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ഏകദേശം മനസ്സിലാവും ഇത് ശരിയല്ല, തെറ്റാണ്, ഈ അടിസ്ഥാന സിദ്ധാന്തം തെറ്റാണെന്നുള്ളത്. പക്ഷെ അവരുടെ ഫാമിലിയിലെ പ്രഷറായിരിക്കും ഒരു ഡോക്ടർ ആവണമെന്ന്, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ഹോമിയോപ്പതി ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഗവൺമെന്റ് അംഗീകരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒക്കെ ഒരു ഡിഗ്രി വേണം, ഡോക്ടർ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം. ചിലർ കംപ്ലീറ്റ് ചെയ്യും, ചിലർ കംപ്ലീറ്റ് ചെയ്യാറ്, ചിലർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ അവർ വേറെ പല ജോലികളും ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും ഇത് നമ്മൾ പ്രധാന ഒരു വിഷയം ഇവിടെ ഹോമിയോപ്പതിയുടെ ഭാവി എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ കുട്ടികളുടെ ഭാവി തന്നെയാണ്. കാരണം ഇപ്പൊ പഠനങ്ങൾ കാണിക്കുന്നത് ഇവരുടെയൊക്കെ റാങ്കില് ആണ് വളരെ ഏറ്റവും കുറഞ്ഞ റാങ്കുള്ള ആൾക്കാർക്കും ഇപ്പോൾ ഹോമിയോപ്പതി കോഴ്സ് പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം ഇത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വേറെ പല കോഴ്സുകളാണ് ചെയ്യുന്നത്. അവര് എല്ലാവരും ഹോമിയോപ്പതി തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ കുറവാണ്. അതാണ് ഇപ്പൊ കാണുന്നത്. പലരും എന്നെയും വേറെ പല ആൾക്കാരെയും ഹോമിയോപ്പതി പഠിച്ച് വിട്ടുപോയ പല ആൾക്കാരെയും കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് ഭാവിയുള്ളത്, ഞങ്ങൾക്ക് വേറെ ഏതൊക്കെ കോഴ്സാണ് പഠിക്കാൻ സാധിക്കുന്നത്, വേറെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്താലാണ് സാധ്യതകളുള്ളതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായ മറ്റുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ഈ ഹോമിയോപ്പതി വിട്ടിറങ്ങിയ ഡോക്ടേഴ്സിലും ഈ 2-3 എനിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വളരെ വ്യക്തമാണ്, ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. എസ്പെഷ്യലി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ഹോമിയോപ്പതിയുടെ കാര്യങ്ങൾ എന്താന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ, അതിനെ വിമർശിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചോദ്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൽ എന്താണ് ഉള്ളത്, ഇതിന്റെ സിദ്ധാന്തം എന്താണ്, തെളിയിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ മാത്രമായിട്ട് തന്നെ ഒരു പരിധി വരെ ഇത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഹോമിയോപ്പതി ഗ്രൂപ്പിൽ എല്ലാവരും വിചാരിക്കുന്നത് ഹോമിയോപ്പതിക്ക് വളരെ നല്ല പേര് കിട്ടി, അത് ഭയങ്കര എന്തോ ആണെന്നാണ് അവർ. അതൊരു എക്കോ ചേംബറാണ്. ഞാനും പല ഹോമിയോപ്പതി ഗ്രൂപ്പുകളിലുള്ള ആളാണ്. പക്ഷെ അവരുടെ പഠനങ്ങളാണെങ്കിലും അവരുടെ സാധ്യതകളെല്ലാം വളരെ കുറവാണ്. അവർ പലരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പല ഡോക്ടേഴ്സും ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ എത്ര കാലം പോകും എന്നുള്ളതൊക്കെ. അത് എന്നാണോ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കുറച്ചെങ്കിലും ഒരു ശരിയാണ്, നമുക്കിതിങ്ങനെ പോകുന്ന അർത്ഥമില്ല, ഇത് ജനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല, പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്
എന്നൊരു സാഹചര്യം എത്തിക്കഴിയുമ്പോൾ, ഒരു ടിപ്പിംഗ് പോയിന്റ് എത്തുമ്പോൾ ഒരു പക്ഷേ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഇറങ്ങി പോകുന്നു വിശ്വസിക്കാം. അല്ലാതെ ഇപ്പം പെട്ടെന്ന് ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഹോമിയോപ്പതി പൊതുവെ ഒരു വിശ്വാസ ചികിത്സയാണ് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ നിവൃത്തികേട് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, പലരും പല ഹോമിയോ ഡോക്ടേഴ്സും ഇപ്പം ചികിത്സിക്കുന്നത് മദർ ടിഞ്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഉള്ള കോമ്പൗണ്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ്. ഇപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ സർപ്പഗന്ധി എന്നുള്ള എക്സ്ട്രാക്ട് ഒക്കെ അവർ 3x പൊട്ടൻസിയിൽ ഉപയോഗിക്കുന്നതാണ്. അത് ഏതാണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മോഡേൺ മെഡിസിൻ നിരോധിച്ചതുമാണ്. അപ്പൊ ഇത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ? അതായത് ഹോമിയോപ്പതിയുടെ സിദ്ധാന്തങ്ങൾ മാത്രം ഉറച്ചു നിന്ന് ഹനിമാനിയൻ പ്രിൻസിപ്പിൾസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇവര് മൂവ് ഓൺ ടു സംതിങ് വിച്ച് ഹാസ് ഗോട്ട് ആൻ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്, അത് ഡേഞ്ചറസ് അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം അപ്പോൾ ഓൾറെഡി സിആർ അത് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഹാനിമാനിയന്റെ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ഡ്രഗ് പ്രൂവിങ്, അഥവാ ഡ്രഗ് പ്രൂവിംഗ് എന്നുള്ള വാക്ക് ശരിയല്ല, അതായത് ആരോഗ്യവാനായ വ്യക്തിയിലെ ലക്ഷണങ്ങൾ കാണിക്കാനായിട്ട് ഒന്നുകിൽ മദർ ടിഞ്ചറിലോ അല്ലെങ്കിൽ മദർ ടിഞ്ചറിലോ നിന്ന് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തത് ഉപയോഗിക്കാം. പക്ഷേ ഒരു തെറാപ്യൂട്ടിക് ആയിട്ട് അസുഖമുള്ള ആള് ഈ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ സമാനമായ ലക്ഷണങ്ങളുള്ള അനാരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ അത് തെറാപ്യൂട്ടിക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഹാനിമാന്റെ ആ ഒരു ഇതിൽ പറയുന്നത്. അവരുടെയൊക്കെ മാസ്റ്റർ ഹാനിമാൻ തന്നെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പം ഇതിനുള്ള ഉത്തരം എന്താണെന്ന് ശരിക്കും അറിയത്തില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ആർസനിക് കാർബൺ തന്നെ എടുക്കാം. ആർസനിക് കാർബൺ എന്ന് പറയുന്നത് ബേസിക്കലി ആർസനിക് ട്രയോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ പോയ്സൺസ് ആയ കാര്യമാണ്. ഞാൻ ഈ അടുത്ത കൂടി എൻ്റെ ലാബിൽ ഇതിന്റെ ഒരു ബോട്ടിൽ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയപ്പം ഹസാഡസ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ആലോചിക്കുക, ഇതൊന്നും പ്രോപ്പറായി ഡൈല്യൂട്ട് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ മദർ ടിഞ്ചറോ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മാരകമായിട്ട് ആർസനിക് ടോക്സിറ്റി ഉണ്ടാക്കാം. അപ്പം ഉറപ്പായിട്ടും അതൊന്നും മദർ ടിഞ്ചർ ഉപയോഗിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും മദർ ടിഞ്ചറിൽ ചെയ്യുന്നത് അതല്ല ഹോമിയോപ്പതി. അങ്ങനെയാണെങ്കിൽ അതൊരു ഡൈല്യൂട്ടഡ് ആയുർവേദമോ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും പറയാം. അപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ സമയം പോയി. നമ്മുടെ ഒരു എപ്പിസോഡിന് പറ്റിയ ഒരു ലെങ്ത് എന്നുള്ളത്, ഹോമിയോപ്പതിയുടെ ഡിസ്കഷൻ എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. നമുക്ക് ഇനിയും പല എപ്പിസോഡ്, കാര്യം കം അപ്പ് വിത്ത് ന്യൂ തിയറി, നമ്മൾ അതിനെ ഇമീഡിയറ്റ്ലി അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. കാര്യം വാട്ടർ മെമ്മറി പൊളിഞ്ഞു, അതെ, നാനോ ടെക്നോളജിയിലേക്ക് പോയി, ഡൈനാമിക് എനർജി, വൈറ്റൽ ഫോഴ്സ്, ഇതൊക്കെ നമ്മൾ പലതവണയായിട്ട്, മയാസ്മ തിയറി, ഇതൊക്കെ പലതവണയായിട്ട് നമ്മൾ ഡീബങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് വന്നത് എന്താ പറയുക, ഏറ്റവും പുതിയ അവരുടെ മോളിക്കുലർ ഇംപ്രിൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൽ കൂടുതൽ ഇപ്പൊ എന്താ പറയുക, നമ്മളൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമിലാണ്. ഇവര് ബ്രിങ് അപ്പ് ന്യൂ ടെക്നിക്കൽ സ്റ്റഫ് ആൻഡ് പുതിയ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്കത് ഡീബങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും അവർക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം അവർ തുടങ്ങും. നമുക്കത് അന്ധവിശ്വാസമാണെന്ന് അറിയാവുന്നിടത്തോളം കാലം എന്തായാലും നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ എന്തായാലും താങ്ക് യു ലിബിൻ, നമ്മളോട് ഇത്രയും സമയം ചെലവഴിച്ചതിൽ. എന്തായാലും നമുക്കിനി കൂടുതൽ ശക്തമായി പല വീഡിയോകളുമായിട്ട് ഇനിയും ലിബിനും ഞാനും ലൂസിയിൽ തന്നെ ഉണ്ടാവും. എന്തായാലും ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്. താങ്ക് യു. താങ്ക്സ്.